Hello guys, welcome back to my YouTube channel. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഞാനിപ്പം റെഡിയാവാൻ പോവാണ്. ഇന്ന് ഞാനൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ഫുള്ള് ലോങ് വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്, വേറെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടില്ല. അപ്പം നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് അതാണ് ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് പോയത്. അപ്പോൾ നമുക്കതൊന്ന് ഒപ്പരം അൺബോക്സ് ചെയ്യാം ഗായ്സ്. വലിയ പ്രത്യേകിച്ചിട്ടൊന്നുമല്ല, ഇത് എനിക്ക് എന്നാ സാധനമാണ് എനിക്കറിയാം. ഇതാണ് ഗായ്സ് സാധനം. ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാം. ഇത് നല്ല കിട്ടില്ലം പ്രൊഡക്റ്റാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇനിയും വീഡിയോ എടുത്ത് നിന്നാൽ എൻ്റെ കൂട്ടൂല, അത് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ വേഗം കഴിഞ്ഞ് ഓടിയിട്ടോ. അപ്പം നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഇവരപ്പുറം പെട്ടു. ഏട്ടൻ എവിടെയോ പോയി, പിന്നെ ഞാൻ ഏട്ടനെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ കുറച്ച് സമയം പള്ളീൻ്റെ ഉള്ളിലൊക്കെ പോയിരുന്നു. കുറച്ച് സമയം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഫുഡ് അടിക്കാനാണ് നമ്മൾ പോയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ പള്ളീൻ്റെ ഉള്ളിലേക്ക് തന്നെ പോയി. എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് സമയം നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നേരാണ് ഞാൻ ഏട്ടനെ കണ്ടുമുട്ടുന്നത് തന്നെ. അതിനുശേഷം ഞാനും ഏട്ടനും കൂടി വീട്ടിലേക്ക് പോവാണ്. എനിക്കങ്ങ് ഞാൻ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും വെയിലും ഇന്നലത്തെ ഉറക്കത്തിൻ്റെ ക്ഷീണവും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ച് നേരെ നമ്മുടെ നാട്ടിൽ തന്നെ തെയ്യം നടക്കുന്നുണ്ട്, അവിടത്തേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ നമ്മൾ അവിടെ വരാതിരിക്കുന്നത് തെറ്റല്ലേ, അതുകൊണ്ട് നമ്മൾ വേഗം ഒന്ന് വന്നിട്ട് പോയതാണ് കേട്ടോ. അപ്പം ഗായ്സ്, ഞാൻ നേരത്തെ വന്നിട്ട് കിടന്നു. പിന്നെ എനിക്ക് ബോധം ഉണ്ടായിട്ടില്ല. അമ്മ വന്നിട്ട് വിളക്കത്തേക്കുന്ന സമയമാകുമ്പോൾ വിളിച്ചവരാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ഞാനും ഏട്ടനും കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കുളിച്ച് മാറ്റി കഴിഞ്ഞ് ഇപ്പോൾ 9:30 സമയം വന്നിട്ട്. അപ്പം ഏട്ടൻ അവിടെ പോയിട്ടുണ്ട്. എന്നോട് വേഗം പുറത്തേക്ക് ഞാൻ നിൽക്കാൻ പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് നിൽക്കുകയും ഇനി പോകുന്നത് പള്ളിയിലേക്കാണ്. ഇനി അവിടെ എത്തിയിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിക്കാൻ പറ്റുമെങ്കിലല്ല, ഞാൻ ഓർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഫുള്ള് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പള്ളിയിലെത്തിയിട്ടുള്ളത് ബാക്കി കാണാം. അപ്പം ഗായ്സ്, എൻ്റെ മൂക്കെല്ലാം അടഞ്ഞിട്ടില്ലേ, സൗണ്ടെല്ലാം പോയിട്ടില്ലത്. ഇത്രയും ദിവസം അതെല്ലാം പോയിട്ട് അടഞ്ഞിട്ട് സൗണ്ടൊന്നും ഉണ്ടായിട്ടാൽ മറ്റേ കിക്കിരിക്കിളിയോ അങ്ങനെ എന്തോ പറഞ്ഞ കിളീനെ പോലെ ഉണ്ടായിന്. ചുക്കാപ്പിയിലായിരുന്നു ഇത്രയും നാൾ ഓടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം വീണ്ടും പോയി. ഇനി ആദ്യം ചുക്കാപ്പിയിലേക്ക് തന്നെ മാറണം. അപ്പോൾ അത് നിങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്ക്, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അങ്ങനെ നമ്മൾ പള്ളിയിലെത്തേരം ഏട്ടൻ്റെ വൈക്ക് പോയി, ഞാൻ എൻ്റെ വൈക്ക് വന്നു. അതിന് ശേഷം നമ്മൾ നേരെ എൻ്റെ നാട്ടിലേക്കാണ് പോയത്. അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പള്ളിയിലേക്ക് തന്നെ തിരിച്ചു വന്നു കേട്ടോ. അവിടെ നല്ല ഡാൻസ് ആയിരുന്നു എല്ലാവരും, അങ്ങനെ നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ശരിക്കും പാട്ട് കൊടുക്കാൻ കഴിയില്ല ഗായ്സ്, അതുകൊണ്ടാണ്. പാട്ടും കൂടി ഉണ്ടായി നല്ല അടിപൊളിയാണ്, കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പാട്ട് കൊടുക്കാൻ. ആ തുള്ളുന്നതിൽ ഏട്ടനും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ വേറെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല എന്ന് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇന്നലെ പോയതാണ് ഞാൻ, ഇന്ന് രാവിലെയായി ഗായ്സ്. എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ ബാക്കി വീഡിയോസൊന്നും എടുത്തിട്ടില്ല, ഞാൻ മറന്നുപോയി. എന്താ ഞാൻ മറക്കാൻ കാരണം എന്നറിയില്ല. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് 31 ആണ്, December 31 ആണ്. അതായത് നമ്മൾ ഈ വർഷം ഇന്നത്തോടെ കഴിയുന്നു, പുതുവർഷം തുടങ്ങാൻ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഗായ്സ്. എന്തായാലും ഈ വീഡിയോ വരുമ്പോൾ ന്യൂ ഇയറൊക്കെ കഴിയും. ന്യൂ ഇയറും കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ജനുവരി തന്നെ കഴിയും വേണമെങ്കിൽ. അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ആ അഡ്വാൻസ് അങ്ങ് നിങ്ങൾ മാറ്റി വെച്ചേക്ക്. അപ്പം ഞാൻ ഇന്ന് എണീച്ചു, പല്ല് തേച്ചു. നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, ഏട്ടൻ പല്ലിക്കുന്നുണ്ട്. അപ്പം അവിടെ പോയിട്ട് എന്തെങ്കിലും കുറച്ച് ക്ലിപ്പൊക്കെ ഞാൻ എടുത്തിരുന്നെങ്കിൽ കാണിച്ചു തരാം. വലിയ സംഭവമായിട്ടൊന്നല്ല എവിടെയും പോകുന്നത്. അപ്പം മേച്ചി ഏട്ടനും വരുന്നുണ്ട്, അവരെ കൂടിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ആ വീഡിയോ എത്തിയിട്ട് നേരെ നമ്മൾ ഏച്ചിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഏച്ചി ഏട്ടനും പറഞ്ഞു അങ്ങോട്ടേക്ക് വാന്ന്. അങ്ങനെ നമ്മൾ ബിരിയാണി ആക്കാമെന്നുള്ള പെട്ടെന്നൊരു പ്ലാനൊക്കെ വന്നു. അങ്ങനെ ഇപ്പുറത്തുനിന്ന് നമ്മൾ സാധനം വാങ്ങുന്നുണ്ട്, അപ്പുറത്തുനിന്ന്
ഏച്ചി വേണം സാധനം വാങ്ങുന്നുണ്ട് കേട്ടോ. നന്നൂസ് നമ്മളെ കൂടെയാണ് ഉള്ളത്. ബിരിയാണി ആക്കിയ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. വേഗം ഷട്ടപ്പെട്ടേ എന്ന് പറഞ്ഞിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ബിരിയാണി ആക്കാൻ തുടങ്ങുമ്പോൾ തന്നെ 12:45 ആയിരുന്നു. അങ്ങനെ ഏട്ടൻ പറഞ്ഞു ഞാൻ ഇളക്കിയത് കൊണ്ട് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന്. അങ്ങനെ ഇവർ രണ്ടാളും കൂടി കണ്ണൂരേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ബൺ മസ്കൊക്കെ ആക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വരെ എല്ലാം ശുഭം. ബാക്കി ന്യൂ ഇയർ വീഡിയോ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. അതെന്താന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഡിലീറ്റ് ആയി പോയതാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മളെ വീഡിയോ ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.